പരിപാടി തുടങ്ങിയ അവസാനിപ്പിക്കല്ലേട്ടാ. എവിടെ ചെന്നാലും ഇതിനേക്ക് എത്തി. അവരും ഡ്രൈ ആക്കണ്ട, കുറച്ച് കൊടുത്തോ. എന്തായാലും ബിജാരനായിട്ടാണ് തുടങ്ങട്ടെ. മതി 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 ഐശ്വര്യമായിട്ടാണ് തുടങ്ങട്ടാണ്ട്. ഒന്ന് നോക്കാം നമുക്ക്. ഞങ്ങളിപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ അല്ലേ. ഇതൊക്കെ മാറ്റി പിടിക്കാറ. ഇതൊക്കെ തന്തമാരടിക്കുന്ന സാധനം ഇപ്പൊ. ഇതന്നെ ധാരാളാ. ഇത് കഴിച്ചിട്ട് തന്നെ വീട്ടിൽ പോയാ പെണ്ണും കുട്ടി ഇന്ന് പോകും നാളെ പോകുന്നോണ്ടാ നിക്കണേ. തൊയിരക്കേടായി ഈ ലോകം എന്ന് പറയാൻ ചെറുതൊന്നല്ലേ. അതെ, ലോകം എത്ര വിശാലായാലും എന്റെ വീട് 4 അടി അപ്പുറത്താ. എന്നെ വീട്ടിൽ കൊണ്ടാക്കിട്ട് ഇങ്ങനെ ഇതെന്നും തന്നെയാണുള്ള അവസ്ഥ. എപ്പോ തുടങ്ങിയതപ്പോ നമ്മള് നമ്മളില്ല, നമ്മളാണ് നിങ്ങളായിട്ട് തുടങ്ങിയത്. നിങ്ങൾ തന്നെ അവസാനിപ്പിച്ചു. ഇത് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ അതിനെ എന്ത് തയ്റ്റ് ചങ്ങായി. നാളെ വാതില് തുറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ചോറെടുക്കാൻ വേറെ പറയണ. കൂട്ടാൻ എവിടെയാ? പച്ചച്ചോറ് കൊടുന്ന് വെച്ചേക്ക. ഈ അരി വെറുതെ കിട്ടണതാ. ചോറത്രയൊന്നും വേണ്ട. എന്തിനാ വിഷമിക്കണേ? എല്ലാം ശരിയാവും. എന്ത് ശരിയാവാനാ സിസ്റ്ററെ? കുറേ കാലമായി എല്ലാം ശരിയാവും ശരിയാവും വെച്ച് നടക്കണം. നീ വിഷമിക്കരുത്, ഞാനൊന്ന് ഉപദേശിച്ച് നോക്കട്ടെ. എന്തുപദേശിക്കാനാ സിസ്റ്ററെ? ബോധമുള്ളവരോടല്ലേ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുള്ളൂ. രാവും പകലുന്നില്ല, ഫുൾ ടൈം വെള്ളത്തിലാണ്. ഒന്ന് റെഡി ആയിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോകാം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. മോളെ വിളിക്കും. നീ സമ്മാനിക്കണ്ടല്ലോ കയ്യിലെ. ഇത് എന്തിനു കിട്ടിയതാണ്? ഓ മെഡിക്ക്. എന്തായാലും റെഡിയാവുക. നമുക്കൊന്ന് പള്ളിയിലേക്ക് പോകാം. അത് എനിക്കിത് സാധിക്കും, എന്നെ കൊണ്ട് ഇത് സാധിച്ചു കിട്ടും എന്ന് നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിത് കിട്ടാതെ പോയാലും സാധിക്കാതെ പോയെന്നാണ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉത്തരം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും.
വിശ്വാസത്തിൻ കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? കുഞ്ഞു കുഞ്ഞി ദൈവസ്നേഹം മറന്നിടല്ലേ. അമ്മ ദൈവമെല്ലാം നമ്മളെ രക്ഷിക്കും. പിന്നെന്താ, എല്ലാവരെയും രക്ഷിക്കും. അപ്പൊ ഞാൻ വഴിതെറ്റി പോയാലോ? വഴിതെറ്റി പോയാൽ വേഗം തിരിച്ചു വരണം. ഇങ്ങനെ വഴിതെറ്റി പോയവരെ കാത്ത് ദൈവം അവിടെ വിഷമിച്ചിരിക്കും. എത്രമാത്രം നാം ദൈവത്തിൽ നിന്ന് അകലെയാണ് എന്നതിലല്ല, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ നാം എടുക്കുന്ന പരിശ്രമമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ മൂലം വേദനിച്ച എല്ലാവരോടും നമുക്ക് മാപ്പപേക്ഷിക്കാം. ദൈവത്തിരുസന്നിധിയിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ മൂലം അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയും കുറ്റങ്ങളെയും നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. പാപബോധത്തോടെ തിരിച്ചു വരുവാനുള്ള ഒരു ആഹ്വാനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ നീ ആശ്രയിച്ചാൽ രക്ഷ ഈ ലോകത്തിൽ രക്ഷ നേടിയിടും. ഈ ലോകത്തിൽ ധന്യമാകും നിന്റെ ജീവിതം. ദൈവം നൽകും സ്നേഹം